പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന്റെ പേരിലുള്ള സൈബർ തട്ടിപ്പിൽ 3 പേർ പിടിയിൽ. തിരുവനന്തപുരം സ്വദേശികളായ വിമൽ, അമൽ, ഷാജി, അച്ചു എന്നിവരെ കൊച്ചി സിറ്റി സൈബർ പോലീസാണ് പിടികൂടിയത്. പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി.എ. ഷാജിയുടെ ചിത്രം ഉപയോഗിച്ച് സമൂഹമാധ്യമങ്ങളിൽ അക്കൗണ്ട് തുറന്നായിരുന്നു തട്ടിപ്പ്. ശരൺ ചേരുന്നു. ശരൺ, എങ്ങനെയാണ് ഈ തട്ടിപ്പുകാർ പിടിയിലായത്? അതായത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി.എ. ഷാജിയുടെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ അക്കൗണ്ട് തുറന്നിരുന്നത്. അതിനുശേഷം ഈ ഒരു പരാതി അത് 2 ആഴ്ച മുമ്പാണ് കൊച്ചി സൈബർ പോലീസിൽ ലഭിച്ചിരുന്നത്. പിന്നീട് സൈബർ പോലീസ് വിശദമായ പരിശോധനകളിലേക്ക് കടന്നിരുന്നു. അപ്പോഴാണ് ഈ 3 പേരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ ടി.എ. ഷാജി അദ്ദേഹത്തിന്റെ വക്കീൽ വേഷത്തിലുള്ള ചിത്രമാണ് ഈ പ്രൊഫൈലിലായി ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് കാർ വിൽപ്പനയ്ക്ക് എന്ന് ഇവർ വാഗ്ദാനം നൽകുകയായിരുന്നു. അങ്ങനെ കാർ വിൽപ്പനയ്ക്ക് എന്നുള്ള പ്രചരണം നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുമായി വാട്സപ്പിൽ ബന്ധപ്പെട്ടുകൊണ്ട് അഡ്വാൻസ് തുക നൽകണമെന്ന് പറയുകയുമായിരുന്നു. അങ്ങനെ ഓരോ ആളുകളിൽ നിന്നും 3000 രൂപയാണ് ഇവർ കളക്ട് ചെയ്യുകയും ചെയ്തിരുന്നത്. ഏകദേശം 100 കണക്കിന് ആളുകൾ ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നുള്ളതാണ് കൊച്ചി സൈബർ പോലീസിന് വിവരം ലഭിച്ചിരുന്നത്. ഈ 3 പേരെയും ഇന്നലെയാണ് കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം ചോദ്യം ചെയ്ത ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശികളായ വിമൽ, അമൽ, ഷാജി, അച്ചു എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇതിൽ അമൽ ഷാജിക്കെതിരെ നേരത്തെയും കേസുകളുണ്ടെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മറ്റ് 2 പേർക്കെതിരെയുള്ള കേസുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള അന്വേഷണം തുടങ്ങി. എന്തായാലും ഇവർ നേരത്തെയും സൈബർ തട്ടിപ്പുകൾ നടത്തിയിരുന്നു എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്.